എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആശ. ഞാനൊരു അധ്യാപികയാണ്. ഞാൻ പല സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു വർഷം ഈ വർഷം തണ്ണീർമുക്കം സ്കൂളിൽ അധ്യാപികയായിട്ട് താൽക്കാലിക അധ്യാപികയായിട്ടുണ്ടായിരുന്നു. അപ്പം 1.5 മാസം അവിടെ കിട്ടിയായിരുന്നു. അപ്പം വേറെ ബൈ ട്രാൻസ്ഫർ അങ്ങനെ വന്നപ്പം ഇപ്പം ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് ഒട്ടുമിക്ക ഇടത്തുമൊക്കെ എല്ലാവരും വളരെ കുഞ്ഞുങ്ങൾ ഭയങ്കര സ്നേഹത്തോടും അവരുടെ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞ് വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് പല സ്കൂളുകളിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ പോകാൻ നേരത്ത് അവരെ കൊണ്ട് ഫീഡ്ബാക്കൊക്കെ എഴുതിപ്പിക്കും. അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ ചോദിക്കും. പോരാൻ നേരത്താണ് ഫീഡ്ബാക്ക് എൻ്റെ ക്ലാസ്സിനെ പറ്റിയിട്ടൊക്കെ ഞാൻ അന്വേഷിക്കുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് എവിടെയാണോ പോകുന്നത് അവിടെ കുറേ കൂടി നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത്. അപ്പോൾ അവിടെ 8, 9, 10 ആയിട്ട് ഓരോ ഡിവിഷൻ വീതമേ ഉള്ളൂ. അപ്പം എല്ലാം ഹൈസ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം കുട്ടികൾ SS ആണ് ഞാനെടുക്കുന്ന സബ്ജക്റ്റ്. സ്വാഭാവികമായിട്ട് SS പീരീഡ് ഉറക്കമൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്കും അനുഭവപ്പെട്ടിട്ടുള്ളത്. നമ്മൾ പോയി പഠിപ്പിക്കുമ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഞാൻ കുട്ടികളോട് പറയാറുള്ളത്. SS പീരീഡ് ഉറക്കത്തിൻ്റെ പീരീഡാണോ? അതോ ഒത്തിരി ഉറക്കമൊക്കെ വരും, സ്വാഭാവികമാണ്. ആ സബ്ജക്റ്റിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. ഉറങ്ങിയില്ലെങ്കിലാണ് അത്ഭുതം എന്ന രീതിയിലൊക്കെ അവർ അത്തരത്തിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. ഉറക്കത്തിൻ്റെയൊക്കെ അത് ആ രീതിയിലാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കേൾക്കാനും. അപ്പം ഞാൻ 8, 9, 10 ഞാൻ ഫീഡ്ബാക്ക് എഴുതിപ്പിച്ചായിരുന്നു. അപ്പം അതിൽ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും ആ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതിൽ എന്നെ വളരെയധികം സ്വാധീനിച്ച, വളരെയധികം ഇവർക്ക് ഇത്തരത്തിൽ ചിന്തിച്ചിരുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതായിരുന്നോ എന്നിൽ നിന്ന് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതെന്നൊക്കെ ഒരു അത്ഭുതം എനിക്കും ഉണ്ടായി. അപ്പം അതിൽ 2 കാര്യങ്ങൾ 2 പേര് എഴുതിയത് മാത്രമായിട്ട് ഞാൻ പറയുകയാണ്. കുറേ ഉണ്ട് അതിൽ. അപ്പം അതിൽ അവർ എഴുതിയിട്ടുള്ള കാര്യം ഒരാൾ എഴുതിയിരിക്കുന്നതാണ്. അത് ആ വ്യക്തിയുടെ പേര്, കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. വ്യക്തിയുടെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല. എഴുതിയ കുട്ടി അത് കാണുകയാണെങ്കിൽ അവൾ മനസ്സിലാക്കട്ടെ. അപ്പം ഞാൻ വായിക്കുവാണത്. ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ആശ ടീച്ചർ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു അധ്യാപികയായിരുന്നു. ഞാൻ ടീച്ചറിനെ എന്നും എപ്പോഴും സ്നേഹിക്കുന്നു. ടീച്ചർ ഞങ്ങൾക്ക് മറക്കാനാവാത്ത ഒത്തിരിയേറെ അനുഭവങ്ങൾ തന്നു. നന്നായി പഠിപ്പിച്ചു. പഠനം കൂടുതൽ എളുപ്പമാക്കി തന്നു. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് തെറ്റുകൾ തിരുത്തി ശരികളാക്കി തന്നു. എനിക്ക് ആശ ടീച്ചറിൻ്റെ ആദ്യത്തെ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞെങ്കിലും തീർച്ചയായും ഞാൻ അടുത്ത തവണ നല്ല മാർക്ക് വാങ്ങും എന്ന് ഉറപ്പു തരുന്നു. ടീച്ചറിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. ടീച്ചറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ടീച്ചറിൻ്റെ സാന്നിധ്യം ഈ സ്കൂളിൽ എന്നും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഇവിടെ വന്ന എല്ലാ സോഷ്യൽ ടീച്ചർമാരെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ടീച്ചറിനെ തന്നെയാണ്. ടീച്ചർ ഞങ്ങൾക്ക് നൽകിയ നല്ല പാഠങ്ങൾക്ക് നന്ദി. ഞാൻ ടീച്ചറിനെ എന്നും ഓർക്കും. ടീച്ചറിൻ്റെ സൗന്ദര്യത്തിലും എഡ്യൂക്കേഷനിലും ഹൈ ലെവലാണ്. യു ആർ ഓൾസോ മൈ മദർ. ടീച്ചർ എവിടെ പോയാലും ഞാൻ ടീച്ചറിനെ ഓർക്കും. ഐ ലവ് യു ആശ ടീച്ചർ. എന്നും പ്രിയപ്പെട്ട ടീച്ചറിൻ്റെ വിദ്യാർത്ഥി എന്നും പറഞ്ഞിട്ട് ഒരു കുട്ടി എഴുതിയതാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല ചില കാര്യങ്ങൾ. പക്ഷേ ഈ കുട്ടികളൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ എനിക്ക് ഇത്ര സൗന്ദര്യമൊക്കെ ഉണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്ന അവരുടെ കാഴ്ചപ്പാടല്ലേ, കുഞ്ഞുങ്ങളല്ലേ, നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും എന്നെ ഒരുപാട് സ്വാധീനിച്ചതാണ്. പക്ഷേ അവൾ അവളുടെ ഒരു അമ്മയെ പോലെയാണ് എന്നെ കാണുന്നതെന്ന് പറഞ്ഞപ്പം ഞാൻ അങ്ങനെ ഒരു രീതിയിലായിരുന്നു അവളോട് അല്ലെങ്കിൽ ആ കുട്ടികളോടൊക്കെ പെരുമാറിയിരുന്നത് എന്നതിൽ എനിക്കും വളരെയധികം സ്നേഹവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഇത് 10ലൊരു കുട്ടി എഴുതിയതാണ്. അപ്പം അത് ഞാനൊന്ന് വായിക്കാം. ബഹുമാനപ്പെട്ട ആശ ടീച്ചർ ഇതുവരെ പഠിപ്പിച്ച ടീച്ചർമാരിൽ നിന്നും തികച്ചും വ്യത്യാസമായിരുന്നു. ടീച്ചർ മറ്റുള്ള ടീച്ചർമാരൊക്കെ നന്നായി പഠിപ്പിക്കുന്ന കുട്ടികളെ മാത്രം പഠിപ്പിക്കാൻ താല്പര്യം കാണിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ടീച്ചർ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. പഠിക്കുന്നവരെയും പഠിക്കാൻ കഴിവില്ലാത്ത പിള്ളേരെയും ഒരു മടിയില്ലാതെ പഠിപ്പിക്കുന്നു. ടീച്ചർ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമുള്ള ഒരു ടീച്ചറായിരുന്നു. ടീച്ചർ പോകുന്നതിൽ സങ്കടമുണ്ട്. ഇനി എപ്പോഴെങ്കിലും ടീച്ചറിനെ കാണാം. അപ്പോൾ ടീച്ചർ ഓർക്കണം, ഞങ്ങളെ പഠിപ്പിച്ച ഓർമ്മകളും ഒക്കെ ടീച്ചർ ഓർക്കണം.
മറ്റുള്ളവർ നീയൊക്കെ പഠിക്കേണ്ട, എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് ഒക്കെ പറയുമ്പോൾ ടീച്ചറൊരമ്മ തൻ്റെ മകനെ പറയുന്നത് പോലെ വഴക്ക് പറയും. അത് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് സങ്കടം തോന്നും. എന്തിനാണ് ഒരു ടീച്ചർ ഇത്രയും സ്നേഹവും കരുതലുമൊക്കെ ഞങ്ങളോട് കാണിക്കുന്നത് എന്ന് തോന്നാറുണ്ട്. ഒരു കുട്ടിയെ മാത്രം നോക്കാതെ എല്ലാ കുട്ടികളെയും ഒരുപോലെ എല്ലാ കരുതലും സ്നേഹവും ഒക്കെ തുല്യമായി ഓരോ കുട്ടിക്കും തുല്യമായി നൽകുന്ന ഒരു ടീച്ചറിനെ ഞാൻ എൻ്റെ ഈ 12 വർഷം പഠിച്ചിട്ടും ഒരേ ഒരു ടീച്ചർ മാത്രമാണ്. അത് ഞങ്ങളുടെ ആശ ടീച്ചർ ടീച്ചർ എന്ന് വിളിച്ചാൽ പോരാ, ഞങ്ങളുടെ ടീച്ചറമ്മ എന്ന് വിളിക്കണം. ആശ ടീച്ചറിന് വേണ്ടി നൽകുന്നു എൻ്റെ സ്നേഹക്കുറിപ്പെന്ന് പറഞ്ഞൊരു 10ാം ക്ലാസ്സിലെ കുട്ടി എഴുതാണ്. അപ്പോൾ ഇത് ശരിക്കും ഞാനിത് പകുതിയെ വായിച്ചുള്ളൂ. വായിച്ചപ്പോൾ തന്നെ എൻ്റെ ഹൃദയം ശരിക്കും വല്ലാത്തൊരു വിഷമം എനിക്ക്. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ടാണ് ബാക്കിയത് എനിക്ക് വായിക്കാനുള്ളൊരു ഇതുണ്ടായത്. കാരണം അത്രയ്ക്കൊരു മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഓരോ കുട്ടികളും നമ്മുടെ സാഹചര്യങ്ങൾ വ്യത്യാസമാണ്. നമ്മൾ പഠിച്ചു തന്ന സാഹചര്യം അവരിപ്പോൾ പഠിക്കുന്ന സാഹചര്യമൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് സ്കൂളിൽ ചെല്ലുമ്പോഴും പല തലങ്ങളിലുള്ള കുട്ടികളാണ്. നമ്മൾ അവരെയൊക്കെ ചിലരൊക്കെ നമ്മളെക്കാളൊക്കെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന കുട്ടികളാണ്. ചിലരൊക്കെ ഒട്ടും അത്തരത്തിലൊക്കെ വളർച്ചയൊന്നും മാനസിക വളർച്ചയൊന്നും എത്താത്ത കുട്ടിത്വമൊക്കെ നിറഞ്ഞ കുട്ടികളും ഉണ്ട് ഹൈസ്കൂളിൽ. അപ്പം അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസാണ്. പിന്നെ ഇവരിത് പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനവും നമ്മൾ അത്തരത്തിലൊരു കെയറൊക്കെ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു നേട്ടമൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ ഞാനിത് വായിക്കാനായിട്ടുണ്ടായത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഇതെന്തായാലും ഉറപ്പായിട്ട് ആ കുഞ്ഞുങ്ങൾ കേൾക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഒട്ടും മിക്ക പേരും ഒരേപോലെയൊക്കെ തന്നെ വളരെ സ്നേഹത്തോടു കൂടി അവരുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തലുകൾ എൻ്റെ ക്ലാസ്സിനെ പറ്റിയിട്ട് എന്നെ പറ്റിയിട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്നെ നല്ല രീതിയിൽ അവരുടെ ആ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ എന്തായാലും കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് വളരട്ടെ, നല്ല രീതിയിൽ പഠിച്ച് നല്ല നിലയിൽ എത്താൻ സാധിക്കട്ടെ. ദൈവാനുഗ്രഹവും അവരുടെ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹവും എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. ചെറിയ ഒരു വ്ലോഗാണ് അത്. എന്ത് അർത്ഥമാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു കാര്യത്തെ പറ്റിയിട്ട് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. നന്ദി, നമസ്കാരം.